EV വിഭാഗത്തിൽ ഉയർന്നു വന്നൊരു വിഭാഗമാണ് ഫാമിലി സ്കൂട്ടർ. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാമെന്നതും കൂടുതൽ സ്റ്റോറേജും സ്പേസും റേഞ്ചുമുള്ള മോഡലുകളാണ്. മൊത്തത്തിൽ ഗംഭീര ഫ്യൂച്ചർ നൽകുന്ന ഇലക്ട്രിക് വാഹനങ്ങളെന്ന് പറയാം. ഏതർ റിസ്ത എത്തിയോടെയാണ് ഫാമിലി സ്കൂട്ടർ എന്നൊരു സെഗ്മെൻറ്റ് തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ഓലയും ഏതറും പോലുള്ള ബ്രാൻഡുകളാണ് വിൽപ്പനയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതെങ്കിലും ചില സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകൾ വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത്. അത്തരത്തിൽ ഓലയ്ക്കും ഏതറിനും TVSനും ബജാജിനും ഹീറോയ്ക്കും എല്ലാം വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആംബിയർ പുതിയൊരു മോഡലിന് പുറത്തിറക്കുകയാണ്. നെക്സസ് എന്ന് പേരിട്ടിരിക്കുന്ന EV EX XT എന്നിങ്ങനെ 2 വേരിയൻറ്റുകളാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച EV ആണിത്. എന്നാൽ വിപണിയിൽ ഏതർ റിസ്തയുമായി ഏറ്റുമുട്ടാൻ മോഡലിന് പാകമാണോ എന്ന് നോക്കാം. ഏത് EV വാങ്ങണമെന്ന കൺഫ്യൂഷൻ മാറ്റാൻ 2 ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ടോപ്പ് സ്പെക് വേരിയൻ്റ് തമ്മിൽ താരതമ്യം ചെയ്യാം. ആദ്യം തന്നെ ആംബിയർ ST മോഡലിന് 1,19,900 രൂപയാണ് ഇന്ത്യയിൽ വരുന്ന എക്സ്-ഷോറൂം വില. അതേസമയം ഏതർ റിസ്ത Z പതിപ്പാണ് നോക്കുന്നതെങ്കിൽ 1,44,999 രൂപയാണ് എക്സ്-ഷോറൂം വില. മാത്രമല്ല കൂടുതൽ ഫീച്ചറുകൾ ലഭിക്കുന്നതിനായി പ്രോ പാക്ക് വാങ്ങിയാൽ പിന്നെയും അധികം 20,000 രൂപ മുടക്കേണ്ടി വരും ഏതറിന്. അങ്ങനെ നോക്കുമ്പോൾ റിസ്ത അല്പം ചെലവ് കൂടിയതാണെന്ന് പറയേണ്ടി വരും. അതായത് എല്ലാത്തരം ഫീച്ചറുകളുമായി ഏതർ റിസ്ത വാങ്ങുമ്പോൾ ഏകദേശം 1,65,000 രൂപ ചിലവാക്കണമെന്ന് പറയാം. ആംബിയർ നെക്സുമായി നോക്കുമ്പോൾ ഏകദേശം 45,000 രൂപയോളം വ്യത്യാസമുണ്ട്. എങ്കിലും അധിക ഫീച്ചറുകളെല്ലാം വരുന്നത് റിസ്തയ്ക്കാണ്. പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് സെൻ്ററുകളുടെ കരുത്തും ഏതർ എനർജിക്കാണുള്ളത്. ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് പലരും വണ്ടിയെടുക്കുക. ഇക്കാര്യം തികച്ചും വ്യക്തിപരമാണെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിൽ 2 ഇലക്ട്രിക് സ്കൂട്ടറുകളും ഒരുപോലെയാണ്. ഫാമിലി സ്കൂട്ടർ എന്ന രീതിയിൽ ബോഡി വർക്കാണ് ആംബിയർ നെക്സസിനുള്ളത്. ആഡംബരമോ സ്പോർട്ടിയായ കാര്യങ്ങളൊന്നും എടുത്തു പറയാത്തതിനാൽ സിമ്പിളായിട്ടാണ് നെക്സോൺ രൂപകൽപ്പന ചെയ്തത്. ഹെഡ്ലൈറ്റ് ഹീറോ സൂമിൻ്റെ എപ്രോൺ മൗണ്ടിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ്. അതേസമയം ഏതർ റിസ്തയുടെ ഡിസൈനും വളരെ സിമ്പിളാണ്. ബോക്സി ഡിസൈൻ ഉണ്ടെങ്കിലും കാര്യമായ അലങ്കോലമില്ലാത്തത് എല്ലാതരം ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. LED ലൈറ്റിംഗ്, കിടിലൻ കളർ ഓപ്ഷനുകൾ കൊണ്ടും ഇരു മോഡലുകളും മികച്ചതാണ്. കാഴ്ചയിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് എന്ന കാര്യം തികച്ചും വ്യക്തിപരമായിരിക്കും. ഫീച്ചറാണെങ്കിൽ നാവിഗേഷൻ, മ്യൂസിക് കൺട്രോൾ, OTA അപ്ഡേറ്റുകൾ എന്നിവയ്ക്കായി സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള 7 ഇഞ്ച് TFT ടച്ച് സ്ക്രീൻ ആംബിയർ നെക്സസിൻ്റെ XT ഇലക്ട്രിക് സ്കൂട്ടറിൽ വരുന്നത്. ഇക്കോ, സിറ്റി, പവർ, റിവേഴ്സ്, ലിംബ് എന്നീ 5 റൈഡ് മോഡുകളും വരുന്നുണ്ട്. റൈഡറിൻ്റെ ആവശ്യാനുസരണം ഇവ ക്രമീകരിച്ച് ഓടിക്കാമെന്നതും പ്രായോഗികത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം സ്മാർട്ട് ഇക്കോ, സിപ്പ് റൈഡ് മോഡുകളും ട്രാൻഷൻ കൺട്രോൾ, മൊബൈൽ ചാർജിംഗ്, ഓട്ടോ ഹോൾഡിംഗ്, റിവേഴ്സ് മോഡ് എന്നിവയെല്ലാം ഏതർ റിസ്ത Z വേരിയൻറ്റിന് നൽകുന്നു. ഗൂഗിൾ മാപ്പിനായി സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നൽകിയിട്ടുണ്ട്. ലൈവ് ട്രാഫിക് ഡാറ്റ കാണുന്നതോടൊപ്പം കോളുകളും വാട്സാപ്പും മറുപടി നൽകാൻ കഴിയുന്നു. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിച്ച് സ്കൂട്ടറിൻ്റെ വേഗത കുറയ്ക്കാനും ഒരു മാജിക് ട്വിസ്റ്റ് ഫീച്ചറും ഈ ഏതർ റിസ്ത Z EVക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഇലക്ട്രോണിക് ഫീച്ചറുകളുടെ ഭൂരിഭാഗവും പ്രോ പാക്ക് മാത്രമാണ് ലഭ്യമാകുന്നുള്ളൂ. ഇതിനായി 20,000 രൂപ അധികം ചെലവാണ്. ബാറ്ററി റേഞ്ചിൽ 4 കിലോവാട്ടിൻ്റെ മോട്ടറും 3 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുമാണ് ആംബിയർ XT പതിപ്പിന് കരുത്തേക്കുന്നത്. സിംഗിൾ ചാർജിൽ 136 കിലോമീറ്റർ റേഞ്ചും 93 കിലോമീറ്റർ ടോപ്പ് സ്പീഡുമാണ് EV വാഗ്ദാനം ചെയ്യുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചാർജിംഗ് സമയം 3 മണിക്കൂർ 30 മിനിറ്റാണ്. ഏതർ റിസ്ത Z മോഡലിൻ്റെ 4.3 കിലോവാട്ടിൻ്റെ മോട്ടറും 3.7 കിലോവാട്ടിൻ്റെ ബാറ്ററിയുമാണ് വരുന്നത്. ഇത് സിംഗിൾ ചാർജിൽ 160 കിലോമീറ്റർ റേഞ്ചും 80 കിലോമീറ്റർ ടോപ്പ് സ്പീഡുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആംബിയർ നെക്സ് XT EVക്ക് കുറഞ്ഞ പീക്ക് പവർ ഉണ്ടെങ്കിലും ഉയർന്ന വേഗത വാഗ്ദാനം ചെയ്യുന്നു എന്നതിനാൽ ദൈനംദിന യാത്രകൾ കൂടുതൽ സുഗമമാകുന്നുണ്ട്. എന്നാൽ നെക്സസിനേക്കാൾ കൂടുതൽ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നത് ഏതർ റിസ്ത EVക്കാണ്. കൂടുതൽ ആളുകളും കൂടുതൽ റേഞ്ച് കിട്ടുന്ന മോഡലുകളാണ് തേടുന്നത് എന്ന കാര്യങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ ഏതർ റിസ്ത മുൻഗണനയുണ്ട്. 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പിന്നിൽ ആംബിയർ നെക്സസിന് ഡുവൽ റിയൽ സ്പ്രിങ്ങുകളും റിസ്തയ്ക്ക് മോണോഷോക്ക് സെറ്റപ്പുകളാണ് ലഭിക്കുന്നത്. പേലോഡ് കപ്പാസിറ്റിയും സ്പ്രിങ്ങുകളിൽ നിന്നുള്ള പ്രതികരണവും കണക്കിലെടുത്താൽ ഇത് റൈഡിന് ഗുണനിലവാരത്തിൽ മാറ്റം വരുത്തും. 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും 12 ഇഞ്ച് വീലുകളിൽ
ഫ്രണ്ട് ഡിസ്ക്, റിയർ ഡ്രം ബ്രേക്ക് ഔട്ട്ലെറ്റുമാണ് കിട്ടുന്നത്. വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഇനിയും വീഡിയോയായി വരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.